friends, it's me Roshan. ഞാൻ എത്തിയിരിക്കുന്നത് 1971 മോഡൽ ഒരു എക്സ് ആർമി കട്ട് ചേസ് ജീപ്പുമായിട്ടാണ്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അടിപൊളി ജീപ്പാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. വളരെ അട്രാക്റ്റീവായ നല്ല അറ്റൻഷൻ കിട്ടുന്ന ബ്രൈറ്റ് റെഡ് കളറാണ് പെയിൻറ്റിങ്. ഈ ഒരു ജീപ്പ് റീസെൻ്റ്ലി പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുതിയ പടുതയൊക്കെ ഇട്ട് പുതിയ അപ്ഹോൾസ്റ്ററിയും ഒക്കെ ആയി ഊർജ്ജസ്വലമായി നിരത്തിലിറങ്ങിയിരിക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമിതമായി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന യാതൊരു മോഡിഫിക്കേഷൻസും ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ പെയിൻറ്റിലൂടെയുള്ള ഹൈലൈറ്റിങ്ങും ഡീറ്റെയിലിങ്ങും ഒക്കെ കൃത്യമായി ചെയ്തിട്ടുമുണ്ട്. ഈ ജീപ്പിലുള്ള ഫ്രണ്ട് ബ്രേക്കുകൾ ഡിസ്ക് ബ്രേക്കുകളാണ്. ഹെഡ് ലാമ്പ്സിനും സൈഡ് ഇൻഡിക്കേറ്റേഴ്സിനും റേഡിയേറ്ററിനും ഒക്കെ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് ഈ വണ്ടിയുടെ ലുക്ക് വളരെ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നു. ഈ ഒരു ജീപ്പിൻ്റെ മഡ് ഗാർഡിന് മുകളിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ ഗ്രില്ലോടുകൂടി കാണാൻ സാധിക്കും. സൈഡ് വ്യൂ മിററിന് ക്രോമിയം ഫിനിഷോട് കൂടിയിട്ടുള്ള കവറിംഗ് കൊടുത്തിരിക്കുന്നു. സ്റ്റോക്ക് റിമിൽ MRFൻ്റെ NDMS ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അലൂമിനിയം ഫ്രെയിമാണ് ഫ്രണ്ട് ഗ്ലാസ്സിലുള്ളത്. ബോണറ്റിലുള്ള റബ്ബർ ബുഷിന് പകരം ഒരു വുഡൻ ബ്ലോക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കാഴ്ചയിലൊരു വ്യത്യസ്തതയുണ്ട്. ഈ ജീപ്പിൻ്റെ ബോഡി വർക്കുകളും പെയിൻറ്റിങ്ങും ഒക്കെ നല്ല ഫിനിഷിങ്ങോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും. മാത്യു കൊല്ലാത്തോട്ടത്തിൻ്റെതാണ് ഈ കട്ട് ചേസ് ജീപ്പ്. അദ്ദേഹത്തിൻ്റെ തന്നെ CD200 ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ജീപ്പിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. വളരെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിലുള്ളത്. ഈ ജീപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിയറിംഗ് വീല് അപ്ഡേറ്റ് ചെയ്തതാണ്. ബൊലേറോയുടെ സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്ക് തരുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് സീറ്റ് കവറോട് കൂടിയ ബക്കറ്റ് സീറ്റുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ആംബ്രസ്റ്റും അതിലൊരു സ്റ്റോറേജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കീ ലോക്കോട് കൂടിയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. അതിന് താഴെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. 5 അനലോഗ് മീറ്ററോട് കൂടിയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് ഇതിലുള്ളത്. ഇതൊരു 4x4 വാഹനമാണ്. 5 ഗിയർ 4 വീൽ ഡ്രൈവ് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിലുള്ളത്. ഈ ജീപ്പിൻ്റെ റിയർ വീലിന് മുകളിലായി 4 വീൽ ഡ്രൈവ് ലോഗോയും അതിനോടൊപ്പം തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഗ്രില്ലോട് കൂടി കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പ് ടെയിൽ ലൈറ്റ് ആണ്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു റിവേഴ്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ജീപ്പിൻ്റെ റെഡ് കളർ ബോഡിയിൽ വൈറ്റ് കളർ സ്റ്റിക്കറിംഗ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ തരുന്നുണ്ട്. ഫ്രണ്ട് ബമ്പറിൽ 2 റെഡ് കളർ ടോവ് ഹുക്കും അതേപോലെ തന്നെ ബാക്ക് ബമ്പറിൽ ഒരു വലിയ ടോവ് ഹുക്കുമാണ് കൊടുത്തിരിക്കുന്നത്. മിലിറ്ററി ജീപ്പിലുണ്ടായിരുന്ന ചില ആക്സസറീസ് ഒക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് റിയർ സീറ്റ് ഒന്ന് നോക്കാം. ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ഫേസിംഗ് ആയിട്ടുള്ള റിയർ സീറ്റുകളാണ്. അതുകൂടാതെ ടെമ്പററി ആയിട്ട് ഫോൾഡ് ചെയ്യാനും എടുത്ത് മാറ്റാനും പറ്റുന്ന ഒരു ഫ്രണ്ട് ഫേസിംഗ് സീറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. കട്ട് ചേസ് ജീപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രെയിമോട് കൂടിയിട്ടുള്ളതാണ് ബോഡി വർക്കുകളൊക്കെ. വേണമെങ്കിൽ നമുക്കിതിൻ്റെ പടുത അഴിച്ചു മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വാഹനത്തിൻ്റെ എൻജിനും ഇതിൻ്റെ പെർഫോമൻസും ഒക്കെയാണ്. നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ എൻജിൻ സൗണ്ട് ഒന്ന് കേൾക്കാം. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്ന നീറ്റ് ആയിട്ടുള്ള ഒരു എൻജിൻ റൂമാണ് നമ്മൾ ഈ വാഹനത്തിൽ കാണുന്നത്.
നല്ല കരുത്തും പെർഫോമൻസും തരുന്ന DI ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇതിലേക്ക് പവർ ബ്രേക്സ് കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മനോഹരമായ ഈ കട്ട് ചേസ് ജീപ്പിൻ്റെ കുറച്ച് ഡ്രൈവ് വിഷ്വൽസ് കാണാം. അപ്പോൾ മനോഹരമായ ഈ കട്ട് ചേസ് ജീപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു നല്ല എപ്പിസോഡുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഇറ്റ്സ് റോഷൻ സൈനിങ് ഓഫ്.